ഇതാണ് ഞാൻ വന്ന വണ്ടി. ഈ ടാക്സിയാണ്. ഇവിടത്തെ കറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ടാക്സി തിരിച്ചു വന്നിരിക്കുകയാണ്. ഡ്രൈവർ നമ്മളെ इरफान भाई चलो ना. गुलमर्ग के बारे में 2 बात बताओ. कैसे कैसा आपको कैसा लगा? बहुत अच्छा लगा. इधर बहुत कितना एक दिन कितना सवारी आता है इधर टूरिस्ट लोग आता है एक दिन 10,000 सवारी. 10,000. ഓ 10,000-ഓളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നെന്നാണ് നമ്മൾ इरफान भाई बोला. इनाम साहब गुलमर्ग के बारे में 2 बात बताओ. टूरिस्ट वाला आ रहे हैं ना उन लोग के लिए. जी गुलमर्ग सबसे अनमोल है जी. गुलमर्ग सबसे हेलो തിരക്കട്ടെ ഫുള്ള്. ടാക്സിയാണ്. ജാവും ആ ഞങ്ങൾ പോവാട്ടോ. ഇതാണ് നമ്മളെ ഗുൽമർഗ് ഫീൽ കേട്ടോ. ഇതിലൂടെ ഞാൻ സമ്മർ സമയത്ത് വന്നിനു. ശിവ ടെമ്പിൾ ഉണ്ട് ഇടയിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം നടന്ന് പോകാൻ പറ്റില്ല, മഞ്ഞുണ്ട്. അത്രയ്ക്ക് സീനാണ്. ഇത് അടിപൊളി കേട്ടോ. വൈബ് സ്ഥലമാണിത്. എന്താ ഓരോ പിക്കിനുണ്ട് കിടിലൻ കാഴ്ചകൾ. അത്രയേറെ മനോഹരമായ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഗുൽമർഗിൽ നിന്ന് യാത്ര വയ്ക്കുകയാണ്. നിറയെ മഞ്ഞാണ്. ഫീലായി. നമ്മൾ വണ്ടി കയറിക്കാണ്, ടാക്സി കയറിക്കാണ്. ജുനുബായി കാത്തിക്കാണ്. നമ്മളതിൽ 3 വണ്ടി ഉണ്ട് അല്ലേ. സിമ്പിൾ കല്ല് പോലെ നല്ല രസമല്ലേ. പൊടിപ്പ് പോലെ കല്ലുപോലെ പൊടിപ്പ് ഉണ്ടാവില്ല. നമുക്ക് പൊടിക്കുന്ന നമ്മൾക്ക് ഈ തണുപ്പത്തെ കട്ട ഒടിച്ചില്ലേ, അതേ ഇങ്ങനെ പൊടിക്കുന്ന അതേപോലെ സീന് സാധനം. നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കാം. അങ്ങനെ അടിപൊളി വൈബ്. ഹലുവൊക്കെ മുറിച്ച് ഇതെല്ലാം ഇപ്പൊ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മക്ക് എന്തോ ഭാഗ്യത്തിന് ഇത് ഇന്നലെ കിട്ടി. ഇന്നലെ മഞ്ഞ് പെയ്ത്. ഇന്നും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളെ വണ്ടിയിലൊക്കെ മഞ്ഞിങ്ങനെ മുകളിലൊക്കെ വണ്ടി ഉണ്ടാവും. നമ്മളെ വണ്ടിയിൽ ഇപ്പൊ പോലീസ് കണ്ടാസ്വദിക്കണം. ഇവിടെ വന്ന് ആസ്വദിച്ചാൽ മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം. ഈ ഫീലിങ്സ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. സോനാമാർഗിന്റെ അത്ര തണുപ്പ് പിന്നെ ഗുൽമർഗിൽ ഫീലിംഗ് ഇല്ല. നമ്മൾ ചിലപ്പോ കുറെ ഇട്ടുണ്ടായിരിക്കും, പക്ഷെ മഞ്ഞ് വൈബാണ്. ഇത് നല്ല രസമുള്ള വൈബ്. മറ്റേ സോനാമാർഗിൽ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള പിന്നെ മഞ്ഞാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കട്ട ഐസ് ഉണ്ടാവില്ല. അതേപോലെ ഫ്രീസറിലെ ഐസ് ഉണ്ടല്ലോ. ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന ഐസ് ക്യൂബില്ല, അതേപോലുള്ള സാധനം അവിടെ. ഫോട്ടോയിലൊന്നും ഒരു ഫോട്ടോ വരാൻ ആരെ കിട്ടുന്നില്ല. കാരണം ഫുള്ള് മഞ്ഞ് വേറെ ഇതുണ്ട്. നമ്മളെന്തറിയോ മഞ്ഞ കാണുന്നില്ല ഫോട്ടോ എടുക്കുമ്പോ. അതാ നമ്മളിങ്ങനെ നേരത്തെ ഫോട്ടോ എടുത്ത് വരും. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫോട്ടോ. പിന്നെ മുഖം മറയുന്ന മഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ട് തോന്നുന്നു. ബാറ്ററിന്റെ തണുപ്പായ ബാറ്ററി പെട്ടെന്ന് ചാർജ് ചെയ്യും. അങ്ങനത്തെ ഒരു വിഷയം. ഏതായാലും നമുക്ക് വേറെ ഭാഗത്തുനിന്ന് ഇവിടെ നിസ്കരിക്കാൻ പറ്റും. इरफान भाई यस कुछ बताओ. क्या बताएगा आपने तो सारा सुन लिया. ഇപ്പൊ എന്ത് പറയാനാ. ഓനൊരു ബിസിനസ് മാത്രമേ ഉള്ളൂ. क्या हुआ गाड़ी नहीं पहुंचा आपका? आ गया 2 मिनट में. വേറൊരു വണ്ടി ഉണ്ട്. നേരത്തെ ഭയങ്കര തിരക്ക്. അങ്ങോട്ട് പോകണം ഇങ്ങോട്ടാണ്. ഇവർ വേറെ റൈഡ് പോയി. फ्लाइट से आए थे ना जनरल कंपार्टमेंट. ഡ്രൈവറെ നമുക്ക് കാണിച്ചു തരട്ടോ വീഡിയോ ഒക്കെ. ഇവിടുത്തെ സോനമാർഗല്ല ഗുൽമർഗിന്റെ ശ്രീനഗർ വന്ന ശേഷം എക്സ്പ്ലോർ കശ്മീർ 4 nights 5 days. നമ്മള് കൂടുതലുള്ളവരാണ്, പക്ഷെ നമ്മളെ ഗാഡി എത്തിയില്ല. ക്യാഷ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ക്യാഷ് തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അവിടെ എത്തിയിട്ടേ തരുള്ളൂ ക്യാഷ് എന്നുള്ള. കാരണം അവിടെ നമുക്ക് ഓരോ വിഷയം നിങ്ങൾക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്ത നമ്മളെ വിശ്വാസം ഇല്ലാത്ത വിശ്വാസം നമ്മൾ പിന്നെ തരാറുണ്ട്. വിശ്വസിക്കാത്ത ഞാൻ ശരിക്കും പറഞ്ഞാലേ അലുവുണ്ട്. അലൂസിന്റെ അൽവ ഞാൻ വിചാരിച്ചെന്തറിയോ, സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് വെക്കാൻ പറ്റാത്ത അൽവാണ്. ഈ മഞ്ഞിൽ വെച്ചപ്പോ കഴിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചു. പക്ഷെ വേറെ അതിന്നാ അതിന്റെ കോമ്പ് ഇന്നാ മനസ്സിലായി. അപ്പൊ ആ ഒരു പ്രചരണം കൂടി നമുക്ക് നടത്താൻ പറ്റും. മഞ്ഞും കൂടി നമുക്ക് മഞ്ഞ് മിക്സ് ചെയ്ത് ആ ഒരു കോമ്പ് നമുക്ക് നടത്തട്ടോ. ഓൾ ഇന്ത്യ നമ്മളെ ഹലൂസ് ഹൽവ ഉണ്ടാവും. ഓർഡർ ചെയ്താൽ ഇത് കിട്ടും. പിന്നെ ചിലപ്പോ
ടൈറ്റ് ആവും. ടൈറ്റ് ആകും, വില കൂടിയൊക്കെ പോയി പോവും, കസ്റ്റമർ കൂടിയാല് കസ്റ്റമേഴ്സ് ഇങ്ങനെ കുത്തനെ വർദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് കൂടുമ്പോ എക്കണോമിക്സിൽ അടിച്ചേ നമ്മളെ എക്കണോമിക്സിന്റെ സാറാണ്.